നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ സത്യങ്ങളും ജാനകി മാഡത്തോട് തുറന്നു പറഞ്ഞാലോ? ഗോപികയ്ക്ക് ജാതകദോഷം ഇല്ലെന്നും ഋഷിക്ക് അകാല മരണം സംഭവിക്കില്ലെന്നും മാഡത്തെ അറിയിച്ചാലോ? അമ്മേ, ചേച്ചി 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 മോളെ, ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മാത്രല്ല മോളെ, ആന്റിയും അഞ്ജിതയും ഒക്കെ ഉണ്ട്. ദേവിക്ക് എന്നോട് വിരോധം തോന്നുന്നുണ്ടാവൂല്ലേ? അയ്യോ, എന്തിന്? വിവാഹ മണ്ഡപത്തിൽ വെച്ച് അത്രയ്ക്കും മോശമായല്ലേ ഞാൻ ഗോപികയോടും നിങ്ങളോടൊക്കെ പെരുമാറിയത്? മാഡത്തിന്റെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. മാഡത്തിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ തന്നെയാവും പെരുമാറുക. അതുകൊണ്ട് എനിക്കതിൽ പ്രയാസമൊന്നുമില്ല. പ്രയാസം ഗോപിക ഓർത്തായിരുന്നു. ഇപ്പൊ നിങ്ങളെ രണ്ടാളെ ഒരുമിച്ച് കണ്ടപ്പോ അതും മാറിക്കിട്ടി. പ്രയാസം മാറിയെന്ന് മാത്രമല്ല, മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അമ്മേ, നിങ്ങൾ സംസാരിക്കേ, ഞാൻ വഴിപാട് കഴിച്ചിട്ട് വരാം. ചേച്ചി എനിക്ക് ഗോപികയോട് ഒരു വിരോധമില്ല ദേവികെ. എന്റെ വിരോധം എന്റെ മകന്റെ വിധിയോടാ. അതോർക്കുമ്പോ എന്റെ ശക്തി മുഴുവൻ ചോർന്നു പോവാ. പേടിയ ഓരോ നിമിഷം. അമ്മ, ഞാൻ സാരി എടുത്തേ. അമ്മേ, എന്താ ഈ പൊടി? അത് ഈ സാരി ഉടുക്കുമ്പോ ദേവിക അറിഞ്ഞോളും. നീ ഇതവിടെ വെക്ക്. ഇതൊക്കെ അമ്മ ഇവിടെ ഒപ്പിക്കുന്നു. ആ, അതൊക്കെ ഞാൻ ഒപ്പിക്കും. ഈ സാരി പൂജാരി അവക്ക് കൊടുത്തപ്പോഴേ അവക്ക് കയ്യോടെ സ്നേഹത്തോടെ നിനക്ക് തരായിരുന്നല്ലോ. അവള് തന്നോ? ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് അവള് കുറച്ച് അനുഭവിക്കട്ടെ.
ഈ സാരി അവക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി അവൾ ആരാ? കോലോത്ത തമ്പുരാട്ടിയോ? ആയുസ് എടുക്കാനും കൊടുക്കാനുമുള്ള അധികാരം ഈശ്വരന്മാർക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ ഭഗവത് പദങ്ങളിൽ അഭയം പ്രാപിച്ച് ഉള്ളൊരുക്കി സങ്കടപ്പെടണമെന്ന് കരുതി. അതുകൊണ്ടാ രാവിലെ തന്നെ ഗോപികയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. ഒരുപക്ഷെ മാർക്കണ്ഡേയന് മരണം ഒഴിവാക്കി കൊടുത്തതുപോലെ എന്റെ ഋഷിയെയും മരണത്തിൽ നിന്ന് ഈശ്വരൻ രക്ഷിച്ചാലോ? എല്ലാ സത്യങ്ങളും ജാനകി മാഡത്തോട് തുറന്നു പറഞ്ഞാലോ? ഗോപികയ്ക്ക് ജാതകദോഷം ഇല്ലെന്നും ഋഷിക്ക് അകാല മരണം സംഭവിക്കില്ലെന്നും മാഡത്തെ അറിയിച്ചാലോ? ദേവിക എന്താ ചിന്തിക്കുന്നേ? അതെ, ദൈവങ്ങൾക്കറിയാത്ത അത്ഭുതങ്ങളൊന്നും ഇല്ലല്ലോ. ഋഷിയെ ദൈവം കാത്തോളും. അമ്മേ, അമ്മ പറഞ്ഞ എല്ലാ വഴിപാടുകൾക്കും ചീട്ടെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ തിരുമേനിയോട് ചോദിച്ചിട്ട് ചെയ്യാൻ മോളെ. എന്നാ നിങ്ങൾ തൊഴുത് പ്രദക്ഷിണം ചെയ്തിട്ട് വരൂ, ഞാനിപ്പോ വരാം. അയ്യോ എന്റെ കാലേ. ആന്റി, ഗോപികയും ജാനകി മാഡം ഇവിടെ വന്നിട്ടുണ്ട്. ദേ, അവിടെ ശ്രീകോവിലിൽ കയറി അവര് തൊഴുതുകൊണ്ട് നിൽക്കുക. നിങ്ങൾ വന്നേ, രണ്ടാളും വന്നേ. ആന്റി, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിന്റെ പേരിൽ നമ്മൾ അകന്ന് നിൽക്കരുത്. നിങ്ങളുണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ആ സ്ഥിതിക്ക് അവരെ കാണാതിരുന്നാൽ അത് മോശമാണ്. ഗോപിക മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷെ ജാനകി മാഡം ഉള്ളപ്പോ നിങ്ങൾ എന്തായാലും വന്നേ. വാ മോളെ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.